പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. ഭഗവാന്റെ ഭൂമി, കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ അടക്കം ഭൂമി സംരക്ഷിക്കപ്പെടണം. വടക്കുംനാഥ ക്ഷേത്ര മൈതാനം പോലെ ആർക്കും കയറി നിരങ്ങാനുള്ളതല്ല ക്ഷേത്രഭൂമി എന്ന്, മതേതരത്വം നടപ്പാക്കാനുള്ള ഭൂമിയല്ല ക്ഷേത്രഭൂമി. ഇന്ന് അവിടെ DYFI സമരത്തിലാണ്, CPI സമരത്തിലാണ്. എല്ലാ യുവജന സംഘടനകളും ക്ഷേത്ര മൈതാനം എല്ലാവർക്കും വേണ്ടി വിട്ടുകൊടുക്കണത്രേ. അവിടെ എത്രയോ പള്ളികളുണ്ട്. അനുമതി നിഷേധിച്ചാൽ ഹൈന്ദവ സംഘടനകൾ പിന്നോട്ട് പോകും എന്ന ധാരണ വേണ്ട എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ അനുഭവം നിങ്ങളുമായി പങ്കുവെച്ചത്. ഇവിടെ നമ്മൾ ചിന്തിക്കുക, കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ മുന്നിൽ നമ്മൾ എത്തുന്നത്. കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ശുദ്ധീകരിക്കാനുള്ള നടപടികൾ തുടങ്ങേണ്ടത് ഇവിടെ നിന്ന് തന്നെയാണ് എന്ന് തോന്നുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം, ആ ഭൂസ്വത്തിനനുസരിച്ച് അധികാരവും മറ്റെല്ലാം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം, ഇന്ന് ആ ഭൂസ്വത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടതിന്റെ ഒരു 10% വീണ്ടെടുക്കാൻ സാധിക്കാതെ എന്ത് ഭരണമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത്? എന്താ ദേവസ്വം എന്ന് പറഞ്ഞാൽ എന്താ അവരുടെ ഉത്തരവാദിത്വം? ഭഗവാനെ ഭരിക്കലാണോ? ഭഗവാനെ ഭരിക്കാൻ ആർക്കും സാധ്യതയില്ല. ഭഗവാനെ ഭരിക്കാനുള്ളതല്ലല്ലോ ദേവസ്വം ബോർഡ്. മറിച്ച് ഒരു കുട്ടിയെ പരിപാലിക്കുന്ന പോലെ, ഇവിടെ നേരത്തെ പറഞ്ഞു, ഒരു കുട്ടിയെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ചെടുക്കേണ്ടതാണ്. കാരണം ഭഗവാൻ മൈനറാണ്. ആ മൈനറുടെ ഒരു നയാ പൈസയുടെ സ്വത്തോ 1 ഇഞ്ച് ഭൂമിയോ നഷ്ടപ്പെടാതെ അത് സംരക്ഷിച്ചു കൊടുക്കുക എന്നുള്ളത്, വേണമെങ്കിൽ കൂടുതൽ നേടിക്കൊടുക്കുക, പരമാവധി ഭംഗിയായി കാര്യങ്ങൾ നടത്തുക. അപ്പൊ അവനവന്റെ കുട്ടിക്ക് ഒരു രക്ഷിതാക്കൾ എന്ത് ചെയ്യുമോ അതുപോലെ ഒരു കുട്ടിയെ പരിപാലിക്കുന്നത് പോലാണ് ഒരു ക്ഷേത്രം അതിന്റെ അധികാരികൾ പരിപാലിക്കേണ്ടത്. അല്ലാതെ ദേവനെ ഭരിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൊട്ടാരക്കര ക്ഷേത്രഭൂമി എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിന്റെ അധികൃതർക്ക് വല്ല ധാരണയുണ്ട്? ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ അവർ സമാഹരിച്ചിട്ടുണ്ട്? എവിടെയെങ്കിലും നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്? ഇവിടെയെന്ന് മാത്രമല്ല, കേരളത്തിലെ ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ട ഭൂമികൾക്ക് വേണ്ടി ഹൈന്ദവ സംഘടനകളല്ലാതെ ദേവസ്വം ബോർഡ് പോരാടിയ ഏതെങ്കിലും ചരിത്രമുണ്ട്? ഹൈന്ദവ സംഘടനകൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വിധി നേടിയാൽ, ദേവസ്വം ബോർഡിന് അർഹതപ്പെട്ട ഭൂമിക്ക് വേണ്ടി വിധി നേടിയാൽ അതിനെതിരെ അപ്പീൽ പോകുന്ന ദേവസ്വം ബോർഡിനെയാണ് നമ്മൾ കാണുന്നത്. അതും ക്ഷേത്രത്തിന്റെ പണം എടുത്തു. ക്ഷേത്രത്തിലെ പൈസ ഏത് രൂപത്തിലും തന്നിഷ്ടപ്രകാരം നശിപ്പിക്കാം. നമ്മൾ കണ്ടു, കൊറോണ സമയത്ത്, പ്രളയ സമയത്തൊക്കെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ വരുമാനം എടുത്ത് 5 കോടി വീതം 2 സന്ദർഭത്തിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ഭക്തർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ, ക്ഷേത്രത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ നിയമപരമായി വ്യവസ്ഥ ചെയ്ത പണമെടുത്ത് രാഷ്ട്രീയക്കാരുടെ ഗുഡ്ബുക്കിൽ കയറാനും അടുത്ത MLA തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒപ്പിക്കുവാനും ഒക്കെ ഉദ്ദേശിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ പണമെടുത്ത് അവരുടെ പോക്കറ്റിലെ പണം എടുത്തതല്ല കേട്ടോ, ഈ പണമെടുത്ത് അന്യായമായ വിധത്തിൽ പ്രയോജനപ്പെടുത്തിയപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ അടഞ്ഞു കിടന്നപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കേണ്ട എല്ലാവരും പട്ടിണിയിലായിരുന്നു. അത് പൂജാരിമാരാകാം, അത് കഴകക്കാരാകാം, അത് കച്ചവടക്കാരാകാം, ആരുമാകാം. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് മുന്നിൽ അടഞ്ഞു കിടന്നപ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് പേരുടെ കുടുംബമാണ് തീ പുകയാത്ത അവസ്ഥയിലായത്. അത്തരം ആളുകൾക്ക് ക്ഷേത്രം ഇടപെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേവാ പ്രവർത്തനം ആസൂത്രണം ചെയ്യാതെ താഴെത്തട്ടിലുള്ള ക്ഷേത്ര ജീവനക്കാർക്കോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്നവർക്കോ 4 ആഴ്ച റേഷൻ വാങ്ങാനെങ്കിലുമുള്ള പണം വിതരണം ചെയ്യാതെ ആ പണം കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ട് അദ്ദേഹം പാർട്ടിയുടെ ഗുഡ്ബുക്കിൽ കയറി പറ്റാൻ നോക്കിയപ്പോൾ അതിനെതിരെ ഹൈന്ദവ സംഘടനകൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഹൈക്കോടതി പണം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അത് തിരിച്ചു കൊടുക്കാതെ വാശിയോടെ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? ദേവസ്വം ഭൂമിയുടെ കേസുകൾ കോടതികളിൽ എത്തുമ്പോൾ ദേവസ്വം ബോർഡ് കാശ് കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന വക്കീലന്മാർ കോടതിയിൽ ചെല്ലുന്നത് തോറ്റുകൊടുക്കാൻ വേണ്ടി, കേസ് തോറ്റുകൊടുക്കാൻ വേണ്ടിയാണ്. കാരണം ഭഗവാന്റെ ഭൂമി സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന്. ഇവിടെ ഈ കൊട്ടാരക്കരയിൽ തന്നെ നമ്മൾ ചിന്തിക്കുക, കൊട്ടാരക്കരയുടെ അഭിമാനവും പുണ്യവുമായ ഒരു മഹാനായ കലാകാരനെ പോലും, അദ്ദേഹത്തിന്റെ ഓർമ്മകളെ പോലും അതിനെ അപമാനിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിമ ദേവസ്വം ഭൂമിയിൽ കൊണ്ടുവച്ചൊരു വിവാദം ഉണ്ടാക്കിയവർ ആരായിരുന്നു? അന്ന് അതിനെതിരെ പോരാടേണ്ടുന്ന അവസ്ഥ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്ക് വരുത്തി വെച്ചു. ഒരു ദേവസ്വം ഭൂമിയിലാണോ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്? എത്രയോ നല്ല ഭംഗിയായി കൈകാര്യം ചെയ്യേണ്ട. കാരണം കൊട്ടാരക്കരയുടെ പുണ്യമാണ്, കൊട്ടാരക്കരയുടെ ഭാഗ്യമാണ്, കൊട്ടാരക്കരയുടെ സ്വകാര്യ അഹങ്കാരവുമാണ്. അപ്പൊ അത് വേണ്ട വിധത്തിൽ അത് പരിപാലിക്കാതെ ദേവസ്വം ഭൂമിയിൽ കൊണ്ടുവച്ച് വിവാദം ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? എന്ത് പേരിലാണെങ്കിലും ദേവസ്വം ഭൂമി നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. എനിക്ക് അത്ഭുതം തോന്നി. മണികണ്ഠനാൽത്തറ വരെ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടും
അതിനെതിരെ ചെറുവിരൽ അടക്കാൻ എന്തുകൊണ്ട് ദേവസ്വം അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല? മണികണ്ഠേശ്വരം ക്ഷേത്രം എന്നല്ലേ ഇതിന്റെ പേര്. എല്ലാവരും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോഴും അതിന്റെ ശരിയായ പേര്, മുഴുവനായ പേര് മണികണ്ഠേശ്വരം ശിവക്ഷേത്രം എന്നുള്ളത് മഹാഗണപതി ക്ഷേത്രം അല്ലെങ്കിൽ ശിവക്ഷേത്രം അല്ലേ ഇത്? ആ പേരിന് പോലും യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും കൽപ്പിക്കാത്ത വിധത്തിൽ ആ ആൽത്തറ പോലും അന്യാധീനപ്പെട്ടുകൊണ്ട് അതിന്റെ മറ്റേ പള്ളിവേട്ട അല്ലെങ്കിൽ പള്ളി അത്തരം സങ്കേതങ്ങളൊന്നും, ഇത് കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ ഒക്കെ അവസ്ഥയാണ്. പല ആറാട്ടുകുളങ്ങളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ പോലും മാറ്റി നിശ്ചയിക്കേണ്ടി വരുന്നു. കാരണം സ്ഥലം നഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് ക്ഷേത്രത്തിൽ എവിടെയാണോ ചെയ്തിരുന്നത് ആ സ്ഥലം അന്യാധീനപ്പെടുമ്പോൾ എന്നാൽ നമുക്ക് അവിടെ വേണ്ട വേറൊരുത്തിൽ നടത്താം എന്ന് പറഞ്ഞ ആറാട്ട് കടവുകൾ മാറ്റുകയും വേട്ടയ്ക്ക് പോകുന്ന പള്ളിവേട്ടയ്ക്ക് പോകുന്ന സ്ഥലങ്ങൾ മാറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടൊരു കീഴടങ്ങൽ മനോഭാവം. അങ്ങനെ അവരുടെ ഭൂമിയല്ലേ പോണ്, ഭഗവാന്റെ ഭൂമിയല്ലേ, ഹൈന്ദവ സമൂഹത്തിന്റെ ഭൂമിയല്ലേ. അപ്പൊ അതിനെപ്പറ്റി ചെറുവിരലടക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ ഗണപതി ഭഗവാന്റെ മുന്നിൽ നിന്ന് ഞങ്ങളൊരു വലിയ പോരാട്ടത്തിന്റെ മധ്യത്തിലാണ്. ഈ ക്ഷേത്ര ഭൂമികളെല്ലാം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന്റെ ഭൂമിയിലാണ്. വളരെ വേദനാജനകം. ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങളും കാണാം. അപ്പോൾ ഇവിടെ പറഞ്ഞു റീസർവേ നടന്നു. ഈ റീസർവേ നടക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കരാർ തൊഴിലാളികളെ പിടിച്ചുവിടുന്നതോടും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത കരാർ തൊഴിലാളികളെ എടുത്തുകൊണ്ട് അവർക്ക് തോന്നുന്ന വിധത്തിൽ അവരെ കൊണ്ട് റീസർവേ നടത്തിച്ച് ഒട്ടുമിക്ക ദേവസ്വം ഭൂമികളും പുറമ്പോക്കുകളായി രേഖപ്പെടുത്തി ഇനി ഇതിന്റെയൊക്കെ പേരിൽ കേസും കൂട്ടമായി നടക്കേണ്ടുന്ന ഗതികേടാണ് ഹൈന്ദവ സമൂഹത്തിനുള്ളത്. എല്ലാം പുറമ്പോക്ക എന്ന് രേഖപ്പെടുത്തി ദേവസ്വം ഭൂമികളെല്ലാം ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഒഴിച്ചുള്ളതെല്ലാം പുറമ്പോക്ക എന്ന് രേഖപ്പെടുത്തുകയും ഇനി ആ ഭൂമി വീണ്ടെടുക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കേസും ബാക്കി കാര്യങ്ങളും നടത്തേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ തള്ളിവിട്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐക്കാർക്ക് കപ്പ കൃഷി നടത്താൻ ഭഗവാന്റെ ഭൂമി പാട്ടത്തിന് കൊടുത്തു. ഹൈന്ദവ സംഘടനകൾ ഇതിനെതിരെ കേസിന് പോയി. ഹൈക്കോടതി അർത്ഥസംഖ്യക്കിടയിൽ അത് ചോദിച്ചൊരു കാര്യമുണ്ട്, ഭഗവാൻ എന്താ കപ്പപ്പുഴുക്കാണോ നിവേദിക്കണതെന്ന് ചോദിച്ചു. കാരണം കപ്പ കൃഷിക്ക് വേണ്ടി ഭഗവാന്റെ ഭൂമി പാട്ടത്തിന് കൊടുത്താ പിന്നെ നിങ്ങൾ തിരിച്ചു കിട്ടില്ല. പാട്ടത്തിന് കൊടുത്ത ഒരു സ്ഥലവും തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പൊ അത്തരത്തിൽ എന്തിനാന്ന് ചോദിച്ചപ്പോൾ ദേവസ്വം ബോർഡിന് വരുമാനമില്ല, ഒന്ന് വരുമാനം ഉണ്ടാക്കാനാണ്. പെട്രോൾ പമ്പിന് സ്ഥലം ലീസിന് കൊടുക്കുന്നു, കപ്പ കൃഷിക്ക് സ്ഥലം ലീസിന് കൊടുക്കുന്നു, ക്ഷേത്രക്കുളത്തിൽ മീൻ വളർത്തിയിട്ട് പിടിച്ചു വിൽക്കാൻ പറ്റുമോ നോക്കുന്നു. പല സ്ഥലത്ത് ഞങ്ങൾക്ക് തടയേണ്ടി വന്നിട്ടുണ്ട്. കാരണം ക്ഷേത്രക്കുളത്തിലൊക്കെ ചൈതന്യമുള്ളതാണ്. അവിടെ മീൻ വളർത്തി അതിന് ഒന്ന് തിന്നാൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ആലോചിച്ചു. ഇങ്ങനെ ദേവസ്വം ബോർഡിന് വരുമാനം ഉണ്ടാക്കാൻ ഓരോ നയാ പൈസ കിട്ടുന്ന കാര്യങ്ങളെ പറ്റിയും ദേവസ്വം ബോർഡ് ചിന്തിക്കുന്നു. അത് കുളത്തിൽ മീൻ വളർത്തിയിട്ടായിരിക്കാൻ എല്ലാ അർത്ഥത്തിലും ചിന്തിക്കുന്നു. എത്രയോ സ്ഥലത്ത് പെട്രോൾ പമ്പിന് കൊടുത്ത് അവിടെയൊക്കെ നമുക്ക് പ്രക്ഷോഭം നടത്തേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ എന്റെ ചോദ്യം, കിട്ടാവുന്ന ഓരോ നയാ പൈസയ്ക്കും എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് പണം ഉണ്ടാക്കാൻ വ്യഗ്രതയിൽ നടക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്രയധികം തേങ്ങയടിക്കുന്ന കൊട്ടാരക്കര ക്ഷേത്രത്തിൽ, ഇത്രയധികം എണ്ണയ്ക്ക് ആവശ്യമുള്ള കൊട്ടാരക്കര ക്ഷേത്രത്തിൽ, ഇത്രയും ഭൂമിയുള്ള കൊട്ടാരക്കര ക്ഷേത്രത്തിൽ എന്തേ ഒരു എണ്ണയാട്ടുമില്ല തുടങ്ങാത്തത്? അതിനെന്താണ് ബുദ്ധിമുട്ട്? സ്ഥലമില്ലായ്മയാണോ? മൂലധനം അടക്കാൻ പൈസ ഇല്ലാത്തതാണോ? അസംസ്കൃത വസ്തുക്കൾ കിട്ടാത്തതാണോ? നിർമ്മിത വസ്തുവായ എണ്ണയ്ക്ക് മാർക്കറ്റ് കിട്ടാത്തതാണോ? ഇതിൽ ഏത് കാര്യം കൊണ്ടാണ് നാളിതുവരെ കപ്പ കൃഷിക്ക് വരെ പാട്ടത്തിന് കൊടുത്ത് പണം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച ദേവസ്വം ബോർഡ് ഇത്രയും അധികം തേങ്ങ അടിക്കുന്ന ഒരു ക്ഷേത്രത്തിന് എന്തുകൊണ്ട് ഒരു എണ്ണയാട്ടും ഇതിനെ പറ്റി ചിന്തിക്കുന്നില്ല? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ഉണ്ടായാലും ആ ഉത്തരം തരാൻ മടിയുള്ളവർക്ക് ഞങ്ങളുടെ ശബ്ദം അരോചകമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പരിപാടിക്ക് ഞങ്ങൾ പെർമിഷൻ തരില്ല, മൈക്ക് പാടില്ല, പരിപാടി പാടില്ല, ഇതിന് കേസ് ഉണ്ടാവുന്നത് ഉറപ്പാണ്. യാതൊരു സംശയമില്ല കാര്യത്തിന്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം ചില ന്യായമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മടിച്ചത് കൊണ്ടാണ് ഞങ്ങളെ തടഞ്ഞു നിർത്തുന്നത്. അങ്ങനെ ഓരോ വിഷയവും നമ്മൾ ചിന്തിക്കുക. ഇവിടെ വരുന്ന ഭക്തർ എത്രയെത്ര നാഴിക ദൂരെ നിന്ന് ഭഗവാനെ ഒരു നോക്ക് കാണാൻ, ഭഗവാന്റെ പ്രസാദം ഒന്ന് അണിയാൻ ഇതിന് കൊതിച്ചിട്ട് എത്രയെത്ര സ്ഥലത്ത് നിന്ന് ആളുകൾ വരുന്നത് ചിന്തിച്ചു നോക്കൂ. കൊട്ടാരക്കര പോണെന്ന് പറഞ്ഞാൽ നാട്ടിൽ വളരെ അസൂയോടുകൂടി, അയ്യോ കൊട്ടാരക്കര ഗണപതിയെ തൊഴാലോ എന്ന് എന്നോട് അസൂയോടുകൂടി പറയുന്ന പല നാട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ദൂരെയാണ് കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ. അവർക്ക് വളരെ തീർത്ഥാടനം വളരെ ആസൂത്രണം ചെയ്ത് മാത്രം സാധാരണക്കാരന് വരാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഭഗവാനെ കാണാനും ഭഗവാന്റെ പ്രസാദം തൊടാനും കൊതിച്ചു വരുന്നവർക്ക് ഏറ്റവും വൃത്തിഹീനമായ സാഹചര്യത്തിൽ കെമിക്കലുകൾ ചേർത്ത് ഭഗവാൻ കാണാത്ത കരിപ്രസാദം കൊടുത്തു എന്ന്, അത് വളരെ കൃത്യമായി ഭഗവാൻ കണ്ടതാണല്ലോ പ്രസാദം, ഭഗവാനുമായി ബന്ധപ്പെട്ടതാണല്ലോ പ്രസാദം. എവിടെയെങ്കിലും വെച്ച് പൊതിഞ്ഞുണ്ടാക്കുന്നത് പ്രസാദം അല്ലല്ലോ. അപ്പൊ അങ്ങനെ എന്തോ കെമിക്കല് പൊതിഞ്ഞ് ഭഗവാനുമായി ഒരു ബന്ധവും ഇല്ലാത്ത കരിപ്രസാദം ദിവസങ്ങൾക്ക് മുമ്പ് പാക്ക് ചെയ്ത് വെച്ച് അല്ലെങ്കിൽ ഇലയിൽ പൊതിഞ്ഞു വെച്ച് അതാണ് ഭക്തർക്ക് തിരക്കേറിയ ദിവസം കൊടുക്കുന്നത് എന്ന് നമ്മൾ അന്തം വിട്ടുപോയി. മനുഷ്യർക്ക് തെറ്റുപറ്റാം.
ജീവനക്കാർക്ക് തെറ്റുപറ്റും നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ അത് കണ്ടുപിടിച്ചിട്ട് ദേവസ്വം ബോർഡ് അതിനെതിരെ എന്ത് ചെയ്യും? നമ്മുടെ ചോദ്യം അതാണ്. അത് അത്തരമൊരു കാര്യം അനാവരണം ചെയ്തു. ഇങ്ങനെ ഒരു വലിയൊരു അഴിമതി എന്ന് തന്നെ പറഞ്ഞുകൂടാ. കാരണം പണത്തിന് വേണ്ടിയല്ല, വിശ്വാസം നശിച്ചതാണ്, ആചാരം നശിച്ചതാണ്. ഇത് കണ്ടെത്തിയാൽ അതിന് കുറ്റവാളികൾ ഉണ്ടാകുമല്ലോ. അത്തരം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യം നടന്നിട്ട് അതിന്റെ പ്രതികളെ എന്ത് ചെയ്യുന്നു? ഇതിനാരാണ് ഉത്തരവാദികൾ? ദേവസ്വം ബോർഡ് അറിയാതെ അത് നടക്കില്ലല്ലോ. അപ്പൊ ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം? ഇത്തരം ഉത്തരവാദിത്തരാഹിത്യത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഉത്സവം നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ കാര്യം ഞങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞ് വല്യപ്പടം കുത്തി നടക്കാനോ ഉദ്ഘാടനം ചെയ്യാനോ ഒക്കെ ദേവസ്വത്തിന്റെ ആളുകൾ ഉണ്ടാകും. പക്ഷെ അതിന്റെ പ്രശ്നങ്ങൾ ആര് പരിഹരിക്കും? അതിന്റെ വിഷയങ്ങൾ വരുമ്പോൾ അത് അഡ്രസ് ചെയ്യേണ്ടത് ആരാണ് അതിന് ഉത്തരം പറയേണ്ടത്? ഈ വല്യപ്പടം കുത്തി നെഞ്ചിന് ഭാരത് വല്യപ്പടം കുത്തി നടന്നാൽ മാത്രം മതിയോ? ഉദ്ഘാടനങ്ങളും പ്രഭാഷണ മാമാങ്കങ്ങളും നടത്തിപ്പോയാൽ മതിയോ? അവിടെയുള്ള പദവികൾ മുഴുവൻ വിറ്റ് കാശുണ്ടാക്കിയാൽ മതിയോ? ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിന്. എന്താ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അവസ്ഥ? 1 by 1 ആയിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് തീർത്ഥാടനം നടത്തുന്നത് ജയിലിലേക്കാം. ഒരാൾക്ക് പുറകെ മറ്റേ ആളെന്ന് നിർത്തി ഈ ഗതികെട്ട അവസ്ഥ ചിന്തിച്ചു നോക്കും നമ്മള്. ഒരാളല്ല, ഒന്നൊക്കെ പുറകെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അങ്ങനെ ജയിലിൽ പോകുന്നു. ദേവസ്വം മന്ത്രിമാര് പോകാത്തത് രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ദേവസ്വം മന്ത്രിമാർ ജയിലിൽ പോകാത്തത്. പോകാൻ അർഹതയുള്ളവരാണ്, കൂട്ടുത്തരവാദിത്തമുള്ളവരാണ്. കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലും വാസവനാണെങ്കിലും ഒക്കെ. അങ്ങോട്ട് കേസ് നീളുന്നു എന്ന് കണ്ടപ്പോഴാണ് ധൃതിയിൽ ഹെൽമെറ്റ് പോലും ഇടാതെ കടകംപള്ളി സുരേന്ദ്രൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക്, ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ഹെൽമെറ്റ് പോലും ഇടാൻ മറന്ന് ചാടിപ്പിടിച്ചെത്തിയത് എന്നെ കാത്തോളേന്ന് പറയാനാണ്. കാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങ് ചെങ്കോട്ടയിലെത്തിയാലും വാളയാർ ചുരം കിടന്നാലൊക്കെ ഇവരൊന്നാ. ഇവിടെ നമുക്ക് മുന്നിൽ എ ടീമും ബി ടീമും ആയി മത്സരിക്കുന്നതിനപ്പുറത്ത് ഇവരെല്ലാം ഒന്നാ. അതുകൊണ്ട് തന്നെ ആ സംരക്ഷണം കൊണ്ട് മാത്രം ദേവസ്വം മന്ത്രിമാർ എല്ലാത്തിനും കൂട്ടുത്തരവാദിത്തമുള്ളവർ പുറത്തു നിൽക്കുന്നേ ഉള്ളൂ. അവരിന്നും അകത്തേക്ക് അവരകത്ത് പോകേണ്ടവരാണ്. ഇതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അവസ്ഥ. ഉന്നത തലങ്ങളിലാണ് കൊള്ളയാസൂത്രണം ചെയ്തത്. അതിന് ചെക്ക് വയ്ക്കുന്നത് ഈ പറഞ്ഞ പോലെ അയോധ്യയിൽ കൊള്ള നടന്നില്ലേ? അയോധ്യയിൽ കൊള്ള നടന്നിട്ടില്ല. അയോധ്യയിൽ ഒരു തരി വെള്ളി പോയിട്ടില്ല, ഒരു തരി സ്വർണം പോയിട്ടില്ല. അതെല്ലാം കള്ളക്കണക്കുകളായിരുന്നു തെളിഞ്ഞത്. അവിടെ നടന്നത് ആസൂത്രിതമായ മോഷണമാണ്. ഒരു സെക്യൂരിറ്റി ഏജൻസി വളരെ ആസൂത്രിതമായി നമ്മുടെ നീറ്റ് പരീക്ഷയ്ക്കൊക്കെ നടന്ന പോലെ തന്നെ നീറ്റ് പരീക്ഷ കഴിഞ്ഞ് പാറ്റകൾ കിളകിയാടണമെങ്കിൽ നീറ്റ് ചോദ്യ പേപ്പർ ചോരണമായിരുന്നു. നീറ്റ് ചോദ്യ പേപ്പർ ചോർന്നാലേ പാറ്റകൾ കിളകാൻ സാധിക്കുള്ളൂ. ഇതുപോലെ വളരെ ഭംഗിയായി പറഞ്ഞ സമയത്ത് നിർമ്മാണം പൂർത്തിയാക്കി ലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിച്ചുകൊണ്ട് ഭംഗിയായി നടക്കുന്ന അയോധ്യയെ എങ്ങനെയെങ്കിലും വരുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് മുന്നായി അയോധ്യയെ വിവാദ വേദിയിലേക്ക് കൊണ്ടുവരണം എന്ന ദുരുദ്ദേശത്തോടു കൂടി വളരെ മുൻപ് നടത്തിയ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് ഏതോ ഒരു സെക്യൂരിറ്റി SBI നിയമിക്കുന്ന സെക്യൂരിറ്റി ഏജൻസി, അവരുടെ നിർദ്ദേശപ്രകാരം വന്ന ഏതോ ഒരു സെക്യൂരിറ്റി ഏജൻസി വെച്ചിട്ടുള്ള ജീവനക്കാർ, ആ ഒറ്റ സെറ്റിലെ ജീവനക്കാരാണ് ഈ ഭണ്ഡാരം എണ്ണുമ്പോൾ അതിൽ നിന്ന് ആസൂത്രിതമായി കൊള്ള നടത്തിയത്. ആ ഭണ്ഡാരം എണ്ണുമ്പോൾ നടത്തിയ ആസൂത്രിതമായ കൊള്ളയല്ലാതെ അവിടുത്തെ മുതലുകളൊന്നും ശബരിമലയിലെ പോലെ സ്വർണ്ണം ഇളക്കി കൊണ്ടുപോയിട്ടില്ല. ഉന്നത തലത്തിലുള്ള ആർക്കും അതിൽ പങ്കില്ല. സ്വർണ്ണപ്പാളികൾ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതും തിരിച്ച് ചെമ്പുപാളികൾ കൊണ്ടുവരുന്നതും ഒക്കെ ആഘോഷമായിട്ടാണ്. എല്ലാം വിളക്ക് കത്തിച്ച് താലപ്പൊലിയോടുകൂടി ചെണ്ട കൊട്ടി മേളം കൊട്ടി ആണ് ഭക്തി ആദരപൂർവമാണ് സ്വർണത്തെ ചെമ്പാക്കി തിരിച്ചു കൊണ്ടുവരുന്നത്. ഇത് വലിയ തലത്തിൽ നടന്ന കൊള്ളയാ. ഇതല്ലേ അയോധ്യയിൽ നടന്നത്. അതിനെ ചെക്ക് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി ചില കഥകൾ ഉണ്ടാക്കുന്നതിനപ്പുറത്തില്ല. എവിടെ കൊള്ള നടന്നാലും, അത് അയോധ്യയിലാണെങ്കിലും കാശിയിലാണെങ്കിലും മധുരയിലാണെങ്കിലും ശബരിമലയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഭഗവാന്റെ ഒരു നയാ പൈസ കട്ടിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. ബഹുജനം പലവിധമാണ്. എണ്ണപ്പോ മടിയിൽ തിരിക്കുന്നവർ നമ്മൾ എന്തെടുത്തിട്ട് അതുകൊണ്ടാണല്ലോ ഇതൊക്കെ നടക്കുമെന്നുള്ളത് കൊണ്ടാണല്ലോ മറ്റേ CCTV മുന്നിൽ തന്നെ എണ്ണണമെന്നും അതെല്ലാം വീഡിയോ റെക്കോർഡിംഗ് എന്നിട്ട് കൊള്ള നടക്കുന്നില്ല. എന്നിട്ട് നമ്മൾ എത്ര എടുക്കാം? അത് ബഹുജനം പലവിധം. അത്തരത്തിൽ ഇശുക്കുന്ന പണത്തെ പറ്റി അല്ല നമ്മൾ പറയണത്.